അസ്സലാമലൈക്കും. അപ്പം ഞാൻ വൈകുന്നേരം നേരത്ത് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുമ്പോൾ സെണ്ടുമല്ലിയോളമൊക്കെ വീണിക്കുക. മഞ്ഞപ്പൂവൊക്കെ കടന്നുണ്ടായിരിക്കുന്നു കേട്ടോ, പൂവൊക്കെ. അപ്പോൾ അതാണ്ട് ഞാൻ നിലത്ത് ഇങ്ങനെ പിടിച്ചിട്ടാട്ടെടുക്കുന്നു. ഇതൊക്കെ നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതതിൻ്റെ കടതായിട്ട് എന്താണ് അതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇതായിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടോക്കുന്നു. ചുവപ്പും ഓറഞ്ച് കളറ് അതങ്ങനെ നിൽക്കുന്നുണ്ട്, അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരു വട്ടമൊക്കെ വിട്ടിക്കണം, എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കിടക്കുന്നുണ്ട്, മഞ്ഞ അങ്ങനെ വീണിക്കണം. എല്ലാ പൂവുകളും കടന്നിട്ട് അതുമെന്ന് ഇണക്കം പൊട്ടിയിട്ട് അതുമെന്ന് ഉണ്ടാവുക കേട്ടോ. ഇതുണ്ടോ, കാണാണ്ടോ. പിന്നെ എന്താ ചുവപ്പിന് കുഴപ്പമൊന്നുമില്ല, ഇത് അതിനെ നിർത്തി വെച്ചിക്കപ്പോൾ ഇവിടെ വിത്തുണ്ടായാലും അങ്ങനെ ഇതാക്കല്ലോ. ഇപ്പോൾ മല്ലികപ്പൂവ് വേണമെന്ന് ആരോ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും പോന്നോളിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ വെതറിയ നമ്മൾ വെള്ളമൊക്കെ നനച്ചെടുത്ത് അവിടെ തന്നെ മുളച്ചോളി. അപ്പോൾ ലൈക്ക് ചെയ്യാതെ പോകരുത് മക്കൾ, ലൈക്ക് എല്ലാവരും ചെയ്യണില്ല തോന്നുന്നു. അപ്പോൾ നാളെ വരെ ഇടിയിട്ട് വരാം, അതുവരേക്കും. അപ്പോൾ അത് ഈ പൂവ് കാണാൻ നല്ല ഭംഗിയില്ലാണ്ട, നല്ലൊരു സൈസ് കളർ. ഇത് ഈ തെങ്ങിൻ്റെ തോട്ടിലായിട്ടാണ് തോന്നുന്നത്. ഇപ്പുറത്തെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലത്തെ കേട്ടോ. നല്ല ഭംഗിയില്ല, എനിക്ക് ഇങ്ങനത്തെ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ആദ്യം കമൻറ്റും ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെള്ളയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. ചുവപ്പും ഉണ്ട് തോന്നുന്നു, ചുവപ്പ് വേറെ സൈസ്, അതിൻ്റെ വേറൊരു കളറും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ആ പൂവിൻ്റെ തന്നെ ഇട്ടതുണ്ടോ, വേറൊരു തരം പൂവ് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതിലത്തെ ഏതാ ഭംഗിന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കൾ. ഇത് നല്ല ഭംഗിയിലാണ്, അതാണോ ഇതാണോ വെള്ളയാണോ ഭംഗി നോക്കണം കേട്ടോ.